അപ്പോൾ ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ, അല്ലെങ്കിൽ ജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനേറ്റവും അർഹതയുള്ള ജില്ലയാണ് മലപ്പുറം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കേൾക്കുന്ന വെച്ചാൽ ഏതാണ്ട് രാജ്യം വിഭജിക്കാൻ പോവുകയാണ് എന്ന പോലെയാണ് ഇത് പറഞ്ഞ ഉടനെ ഇന്ത്യ വിഭജനം നടത്തുന്ന പോലെയാണ്. അതെന്തോ ഒരു പേടിപ്പിക്കുന്ന, എന്തോ സംഭവിക്കുന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആർക്കാ ഇതിനോട് എതിർപ്പുള്ളത്? ആരുണ്ടാവുമല്ലോ, ഉണ്ട്. ആർക്കുള്ളത്? പുറത്തു വരട്ടെ. മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും വിഭാഗത്തിന് അവർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭരണപരമായ സൗകര്യങ്ങൾ ലഭിക്കണ്ട, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങളിതൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളും, എന്നാൽ ഈ ജില്ല വിവേചിച്ചു പോകരുത് എന്ന് പറയാതെ അന്നാരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോൾ പുറത്തുള്ള ഏതൊക്കെയോ ആളുകൾ അവരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളോ വർഗീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ വളരെ ദുഷ്ടലാക്കുകളോ വെച്ചുകൊണ്ട് മാത്രം ഈ ജില്ലയിലുള്ള ആളുകൾക്കെതിരെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലക്കാർ ഒറ്റക്കെട്ടായി എന്നുകൊണ്ട് ഉറക്കെ പറയേണ്ടതുണ്ട്, ഞങ്ങൾക്ക് ജില്ല വിഭജിക്കലല്ല ആവശ്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം വെട്ടിമാറ്റി രണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ഞങ്ങൾ പിന്നെയും വളരെ ആർമണിയോടൊക്കെ തന്നെ കഴിഞ്ഞോളാം. പക്ഷേ ഇവിടെ ചില സൗകര്യങ്ങൾ ഒക്കെ വർദ്ധിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാ നാട്ടിലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെച്ചാൽ 310 785 ആകാം എന്നുണ്ടെങ്കിൽ അല്ലേ, അത് ജില്ലകൾ വിഭജിച്ച് പോകാമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ ഭാഗമാകുന്നതിന് ഞങ്ങൾക്കും താല്പര്യമുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ആവശ്യമാണ്, അവകാശമാണ്. അത് അനുവദിച്ചു തരണം എന്ന് മാത്രമേ ഈ ജില്ലക്കാർ ആവശ്യപ്പെടുന്നുള്ളൂ.